രണ്ട് രീതിയിലാണ് പ്രസന്റേഷൻ ഉള്ളത്. ഒന്ന് കോൺസെൻട്രിക് ടവർ, രണ്ടാമത്തത് ടാൻജന്റ് ടവർ. ഫസ്റ്റ് നമുക്ക് കോൺസെൻട്രിക് ടവർ മേക്ക് ചെയ്യാം. സെൻട്രൽ, അതായത് ഓരോ ക്യൂബിന്റെയും സെൻട്രലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെ കുട്ടി വളരെ വലിയൊരു കാര്യം പഠിക്കുന്നത് എന്താണ്? ബേസ് റെഡി ആയിരിക്കണം. ബേസ് ചെറുത് വെച്ച് കഴിഞ്ഞാൽ വലുത് അതിന് മുകളിൽ നിൽക്കുമോ? ഇല്ല, താഴെ വീഴും. ബേസ് കറക്റ്റായിട്ട് ടവർ മേക്ക് ചെയ്യിക്കുക. രണ്ടാമത്തെ പ്രസന്റേഷൻ ടാൻജന്റ് ടവറാണ്. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ കാണിക്കാം, പിന്നെ നിങ്ങൾ ബ്രേക്കിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഫസ്റ്റ് പ്രസന്റേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ ആക്ടിവിറ്റിയും ചെയ്ത് നോക്കാം. ഓക്കെ, കോൺസെൻട്രിക് ടവർ ഇവിടെയാണ് കുട്ടി ഉണ്ടാവുക, ഇങ്ങോട്ടേക്കാണ് നമ്മൾ വെക്കേണ്ടത്. പ്രൊഫഷണൽ ഡിപ്ലോമക്കാർ ആരെങ്കിലും ഉണ്ടോ? SSLC കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ഡിപ്ലോമക്കാർക്ക് മേക്ക് ചെയ്യാനുണ്ട്. മേക്ക് ചെയ്യാനുണ്ട്. ടാൻജന്റ് എന്താണെന്ന് മനസ്സിലായോ? ഒരു വശത്തോട്ട് ഒരു വശത്തോട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഈ ഓരോ ഡിഫറൻസും ഡയമെൻഷൻ എന്തായിരിക്കും? ഈ ഒരു ചെറിയ ക്യൂബിന് സമമായിരിക്കും. ഇവിടെയും കറക്റ്റാണ് ഡയമെൻഷൻ വരുന്നത്. ഈ ഒരു ചെറുതായതുകൊണ്ട് കറക്റ്റല്ലേ? ഇവിടെയും കാണുന്നില്ലേ? ഇവിടേക്ക് കാണുന്നുണ്ടോ? ഈ ഭാഗത്ത് കാണുന്നില്ലേ? ഈ ഒരു കറക്റ്റ് ആയിരിക്കും ഇതിന്റെ ഡയമെൻഷൻ ഡിഫറൻസ്. ഈ ഒരു ചെറിയ ക്യൂബിൽ കറക്റ്റ് ആയിരിക്കും. കണ്ടോ? ഡയമെൻഷന്റെ ഒരു കോർണർ നമ്മൾ സെയിം ആണ്. ഇവിടെ നമുക്ക് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് ഒരു സ്പെയർ മേക്ക് ചെയ്ത രീതിയിൽ. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ബ്രൗൺ സ്ട്രേറ്റ്.